ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബഞ്ചി ജമ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ. ഈ ഊഞ്ഞാലിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി. ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇതാണ് റാഫ്റ്റിംഗ്. റിവർ റാഫ്റ്റിംഗ് ഒക്കെ വേറെ ലെവലാണ്. അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് മാത്രമല്ല, ഗംഗാ നദിയുടെ തീരത്ത് ഇങ്ങനെ ശവശരീരങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് ദഹിപ്പിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. അതുപോലെ ഈ നദി അങ്ങ് ക്രോസ് ചെയ്ത് പാലം കിടന്ന് അപ്പുറത്ത് പോയാൽ അവിടെ ഘാട്ടുകൾ കാണാം. അവിടുത്തെ ആരതി ഭയങ്കര ഫേമസ് ആണ്. യോഗ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഋഷികേശിന്. ഋഷികേശ് ടൗണിൽ നിന്ന് അല്പം മുകളിലാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. അങ്ങോട്ട് ഈ ഗംഗൻ്റെ സൈഡിൽ കൂടെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാം. നല്ലൊരു ഡ്രൈവാണ്, അടിപൊളി സ്ഥലമാണ്. ബഞ്ചി ജമ്പിങ് ഉള്ള സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. ഇതാണ് ബഞ്ചി ജമ്പിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് പോയിൻ്റ്. 109 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ അത്. ഇവിടെ കുറേ സമയം അവർ അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. കാരണം ഇത്രയും ഹൈറ്റിൽ കയറിയിട്ട് വേണം അവിടുന്ന് ചാടാനായിട്ട്. അപ്പോൾ സ്റ്റെപ്സ് ഉണ്ട് താഴെ നിന്ന്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സ്റ്റെപ്സ് ഉണ്ട്. ബഞ്ചി ജമ്പിങ്ങിന് പല ഉയരത്തിലുള്ളുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് വേറെയും ബഞ്ചി ജമ്പിങ്ങുകളുണ്ട്. അതായത് വേറെ ഒരെണ്ണമാണ്, 3-4 ഉണ്ട്. അവിടെ ജയൻറ്റ് സ്വിങ് ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളതാണത്. 140 അടി ഉയരത്തിലുള്ളതാണ് ഈ ജയൻറ്റ് സ്വിങ്. അത് നല്ലൊരു കാഴ്ചയാണ്. 3 ആളുകളാണ് ഈ ഊഞ്ഞാലിലുള്ളത്. ഇതെല്ലാവർക്കും വേണമെങ്കിൽ ട്രൈ ആവുന്ന റൈറ്റാണ്. ബഞ്ചി ജമ്പിങ് ചാടണമെങ്കിൽ കുറച്ച് ഒരു ധൈര്യം വേണം. ധൈര്യം മാത്രം പോരാ, കുറച്ച് ഹെൽത്തി ഫിറ്റ്നസ്സും കൂടി വേണം. ഹാർട്ട് ഡിസീസുള്ള ആൾക്കാർ, അങ്ങനെ ചില അസുഖമുള്ള ആൾക്കാർക്കൊന്നും അവരെ അലൗ ചെയ്യില്ല. പതുക്കെ ലൂസാക്കി താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. ചില സ്ഥലത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് തന്നെ വലിച്ചു കയറ്റുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇത് വേറൊരു ജമ്പാണ്. ഒരുപാട് ബഞ്ചി ജമ്പിങ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഒരെണ്ണം കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തുനിന്ന് വേറൊരു ചാട്ടം. കരച്ചിലാണ് കേൾക്കുക. കരച്ചിൽ, എക്സൈറ്റ്മെൻറ്റിലുള്ള കരച്ചിൽ ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇതാണ് ഏറ്റവും ഉയരമുള്ള ജമ്പ് അവിടുത്തെ, 109 മീറ്ററുള്ള. ഇതിന് വെയിറ്റ് ചെയ്തിരിക്കാൻ നമുക്ക്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാണാൻ ഞാൻ ജമ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ ഓ, പക്ഷേ ഈ ഒരു ഹൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയായി. അത് കാരണം ഞാനത് ചെയ്തില്ല. 4000 രൂപ ചാർജുണ്ട്. എൻ്റെ അമ്മോ, ഇത് എവിടുന്നാ വന്നത് നോക്കി. വല്ലാത്ത ജാതി. ഇത് വന്ന സ്ഥലം ദൂരം നോക്കിട്ടാ. ഇവിടുന്ന് തൊട്ട് ചാടി 109 മീറ്ററാണിത്. ആളിവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. വല്ലാത്തൊരു ധൈര്യം തന്നെ വേണം അതിന്. ഇവിടെ ഓഫീസ് 4000 രൂപയാണ് ഒരു ചാട്ടത്തിന് ചാർജ് ഇവിടെ ഈടാക്കണവർ. ഈ ബഞ്ചി ജമ്പിങ്ങിൽ ഇവർ ചാടി വീഴുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് ഇങ്ങനെയായിരിക്കും. സ്ലോ മോഷനിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലേ, അത് അവിടെ നിന്ന് സിഗ്നലാണ്. ചാടാനായി എന്ന് താഴെ നിൽക്കുന്നവർക്കുള്ള ഒരു അടയാളമാണത്. അപ്പോൾ താഴെ കാണുന്നവർക്കൊരു ഒന്ന് റെഡിയായി നിൽക്കാമല്ലോ. കാരണം കുറച്ച് സമയം കഴിയും ഒരു ചാട്ടം കഴിഞ്ഞ് അടുത്തത് സെറ്റാക്കാൻ. കാരണം ഈ ആളുകളൊക്കെ ഈ ഹൈറ്റിലേക്ക് കയറിയിട്ട് വേണം പോകാൻ. സ്റ്റെപ്സ് കയറിയിട്ട് ഏറ്റവും മുകളിൽ എത്തിയിട്ട് വേണം അവിടെ നിന്ന് ചാടാനായിട്ട്. ചാടി കഴിഞ്ഞാൽ പിന്നെ ആ റോപ്പിൽ ഇങ്ങനെ താഴോട്ട് ഇറക്കുക ചെയ്യുക. നേരെ മറിച്ച് നേപ്പാളിലൊക്കെ എങ്ങനെയാണെങ്കിൽ വലിച്ച് കയറ്റുക ചെയ്യുക. ചാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ തിരിച്ച് വലിച്ച് കയറ്റുക ചെയ്യുക. കാരണം ചാടുന്നത് ഒരു പുഴയൊക്കെയാണ്, നേപ്പാളിലെ കുഷ്മ എന്ന സ്ഥലത്ത്. അത് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ 2ാമത്തെ കണ്ടാണെന്ന് തോന്നുന്നു. യെസ്, അതെ. അപ്പോൾ ബഞ്ചി ജമ്പിങ് ഒരു ത്രില്ലിങ് ഐറ്റം തന്നെയാണ്.
ഇത് ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ ഈ ഋഷികേശിൽ. അതുകൊണ്ടാണ് നമ്മൾ ഋഷികേശ് ഈ ബക്കറ്റ് ലിസ്റ്റിൽ പെടുത്തിയത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഐറ്റം കണ്ട് ഇനി ഋഷികേശിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. ഗംഗ അങ്ങനെ ഒഴുകുകയാണ് ഋഷികേശ് കൂടെ. എന്താ അതിൻ്റെ ഒരു രസമല്ലേ. നമ്മൾ തവാങ് റൂട്ടിൽ പോലെ തന്നെ. റാഫ്റ്റിങ്ങിലൊക്കെ നമ്മൾ പോയ അതേ റൂട്ട് തന്നെയാണിത്. ഈ ടെമ്പിളിൻ്റെ മുന്നിൽ കൂടെയൊക്കെ നമ്മൾ റാഫ്റ്റ് ചെയ്തിരുന്നു. ആ റാഫ്റ്റിംഗ് വീഡിയോ വേറൊരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണാത്തവരെ കാണുക. അതുപോലെ ഇവിടുത്തെ ആരതിയാണ് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള കാഴ്ച. അതും ഞാൻ വേറൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് യാത്ര റിലേറ്റഡുള്ള വീഡിയോകൾ ചാനലിലുണ്ട്. चलाइए टीम, चलाइए. फॉरवर्ड फॉरवर्ड, गो 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 फॉरवर्ड. ഗംഗാതീരത്തുള്ള മറ്റൊരു കാഴ്ചയാണിത്. ഇതുപോലെ ശവശരീരങ്ങൾ നിരനിരയായിട്ട് ദഹിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരും. आत्मा के जैसा वो बच जाता है, उसको फिर कपड़े पे बांध के उसको नदी में विसर्जन करते हैं. ओके ओके, लास्ट में हाँ हाँ, पूरा जलने के बाद. हाँ 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 हाँ. ये 3 बॉडी है ना इधर. जी. 1 एक ये 4 ये पूरा हो गया है क्या? ये मिडिल होने वाला है. हाँ हाँ. कितने घंटे लगेगा ये कंप्लीट जलने के लिए? इसको जलने के लिए कम से कम 2-2.5 घंटे, 2.5-3 घंटे तो लगते हैं. 2-3 घंटे. हाँ हाँ हाँ. ओके. आप लोग केरल से आया है. तो आप लोगों के यहाँ नहीं होता है ऐसा? है, होता है लेकिन ഇവരുടെ ബന്ധുക്കളാണ് മരിച്ചത്. അപ്പോൾ അതിനെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ പറഞ്ഞു തന്നു. അവരുടെ ബന്ധുക്കാരെ അവിടെ കാത്തിരിക്കുന്നുണ്ട് കുറേ ആൾ. ബാക്കിയുള്ള ആളുകൾ അത് അവിടെ നിൽക്കുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ആരതി കാണാനായിട്ട് ബൈക്കിൽ ഈ പാലങ്ങൾ ക്രോസ് ചെയ്തിട്ട് പോകണം. അപ്പുറത്തെ സൈഡിലാണ്, ഹൈവേയുടെ സൈഡിലല്ല അന്ന് ആരതി ഉണ്ടായിരുന്നത്. 2 സൈഡിലും ആരതി ഉണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആരതിയുള്ള ഘട്ട് എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കണം, പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ പാലം കാൽനടയായിട്ട് ക്രോസ് ചെയ്യാം, അതുപോലെ ബൈക്കിലും ക്രോസ് ചെയ്യാൻ പറ്റും. അല്ലാതെ കാറുകൾ അലൗഡ് അല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഋഷികേശൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കുന്നതാണ്. ഇവിടെ എത്തിയതിന് ശേഷം എടുത്താലും മതി, അത് നല്ലൊരു ഓപ്ഷനായി കയറാം. ഒരു 600-700 രൂപയ്ക്കൊക്കെ ബൈക്ക് റെൻറ്റിന് കിട്ടും. സ്കൂട്ടിയാണ് ഏറ്റവും നല്ലത്, കാരണം നമുക്ക് ലഗേജും വെക്കാമല്ലോ. അങ്ങനെ ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, അതിൽ ഒറിജിനലുണ്ട്, അതുപോലെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന കുറേ ആളുകൾ അവിടെ കാണാൻ പറ്റും. അവിടെ എല്ലാം കൂടി ഒരു ഭക്തി നിർഭരമായ ഒരു സ്ഥലമാണ്. അത് ഒരു ഭയങ്കര തിരക്കും, അതുപോലെ വിദേശികളും പല നാട്ടിൽ നിന്നുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. അവിടെ ഭയങ്കര ലൈവാണ് രാത്രി. ആരതിക്കുള്ള പൂവുകളൊക്കെ വാങ്ങുന്ന സ്ഥലമാണ്. Traditionally, people had cows who were members of their family. The cow ate the same food that the rest of the family ate. The cow was cared for in the same way that the family was cared for. And when the cow stopped giving milk, the cow was never harmed. किसी ने कभी उनकी गार्ड का गौ माता को कभी कोई नुकसान नहीं पहुंचाया. जब भी बूढ़ा होता था, nobody ever killed the cow because she stopped giving milk. लेकिन दुर्भाग्य से आजकल दूध भी ज़्यादा से ज़्यादा जगह एक इंडस्ट्री बन गई, बिजनेस बन गई. और अपना गौ माता, रोज हम कहते हैं आरती के बाद गौ माता की जय, लेकिन ये जो दूध हम पीते हैं, ट्रैजिक दुर्भाग्य से
जो भी बाजार से खरीद ഇന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഡ്രസ്സുകൾ, കൾച്ചർ, അതുപോലെ ലാംഗ്വേജ് എല്ലാം കാണാൻ പറ്റും. നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ശരിക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ കുറേ യാത്ര ചെയ്താൽ മതി.